പട്ടയ വിതരണത്തിൽ സർവകാല റെക്കോർഡ് സൃഷ്ടിക്കുവാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചതായി കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന സംസ്ഥാന സർക്കാർ ലക്ഷ്യത്തിന്റെ ഭാഗമായി റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല പട്ടയ വിതരണ പരിപാടിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് നടന്ന ജില്ലാതല പട്ടയ വിതരണ പരിപാടിയിൽ പട്ടയ വിതരണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിൽ ഇന്ന് 3342 പട്ടയങ്ങളാണ് നമ്മൾ വിതരണം ചെയ്യുന്നത്. അതിൽ അഞ്ചൽ ലാൻഡ് ട്രിബ്യൂണൽ 1250, തിരൂർ ലാൻഡ് ട്രിബ്യൂണൽ 1288, തിരുവരങ്ങാടി ലാൻഡ് ട്രിബ്യൂണലിൽ പെട്ടുന്ന 503, മലപ്പുറം ദേവസ്വം ട്രിബ്യൂണൽ 77, ഭൂപതിവ് ചട്ടപ്രകാരമുള്ള 27 പട്ടയങ്ങളും സുനാമിയിൽ ഭൂമി നഷ്ടപ്പെട്ടവർക്ക് ലഭിച്ച ഭൂമിയുടെ പട്ടയങ്ങളിൽ 4 എണ്ണവും 10 ലക്ഷം പട്ടയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 9 അടക്കം 3342 പട്ടയങ്ങൾ. എനിക്ക് തോന്നുന്നു പട്ടയങ്ങളുടെ ചരിത്രം തന്നെ എടുത്താൽ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ ഏറ്റവും കുറഞ്ഞ കാലത്തിനിടയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 3342 പേർക്ക് പട്ടയം വിതരണം ചെയ്യുന്ന മലപ്പുറം പട്ടയ വിതരണത്തിൽ സംസ്ഥാനത്ത് തന്നെ മുന്നിട്ട് നിൽക്കുന്നു. SIR പ്രവർത്തനങ്ങൾക്കിടയിലും പട്ടയ വിതരണത്തിന് ജീവനക്കാരുടെ ശ്രമം ഉണ്ടായതുകൊണ്ടാണ് ജില്ലയിൽ ഇത്രയും പട്ടയങ്ങൾ നൽകുവാൻ കഴിഞ്ഞത്. പട്ടയ വിതരണ ചരിത്രത്തിൽ കുറഞ്ഞ കാലം കൊണ്ട് കൂടുതൽ പട്ടയം നൽകുവാൻ ജില്ലയ്ക്ക് സാധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. തൃശൂരിൽ വെച്ച് നടന്ന പട്ടയ വിതരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. പരിപാടിയിൽ റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ VR വിനോദ് സ്വാഗതം പറഞ്ഞു. P ഉബൈദുള്ള MLA, മഞ്ഞളാംകുഴി അലി MLA എന്നിവർ സംസാരിച്ചു. ഡെപ്യൂട്ടി കളക്ടർ LR VT ഖോളി നന്ദി പറഞ്ഞു. ADM K ദേവകി, വാർഡ് കൌൺസിലർ ഷബ്ന മൻസൂർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.